നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം കിട്ടാത്തതിന്റെ പ്രധാന കാരണം നമ്മൾ മടിയന്മാരായതുകൊണ്ടോ ഡിസിപ്ലിൻഡ് അല്ലാത്തതുകൊണ്ടോ ആകണമെന്നില്ല. മറിച്ച് നമ്മുടെ ഒരു ഭാഗത്തിന് അത് വേണ്ടാത്തത് കൊണ്ടായിരിക്കാം. നമ്മൾ ചിലപ്പോൾ പറഞ്ഞേക്കാം, തീർച്ചയായും എനിക്കത് വേണം, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എനിക്ക് വേണം. എന്നാൽ നമ്മുടെ തലച്ചോറ് നമുക്ക് എന്തു വേണമെന്നതിന് അത്രയധികം പ്രാധാന്യം കൊടുക്കുന്നില്ല. അത് പ്രാധാന്യം കൊടുക്കുന്നത് സേഫ് ആയതിന്, സുരക്ഷിതമായതിന്, പരിചിതമായതിനാണ്. നമ്മളൊരു കാര്യം വേണമെന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ സക്സസിനെ പ്രഷറായും കാണപ്പെടുന്നതായും പരാജയമായും കാണുന്നെങ്കിൽ നമ്മുടെ തലച്ചോറ് പറയും, നോ താങ്ക്സ്, ഞാൻ ഇങ്ങനെയൊക്കെ പോയിക്കൊള്ളാമെന്ന്. എനിക്ക് കൂടുതൽ സമയം വേണം, ഫ്രീഡം വേണം എന്നൊക്കെ ഞാൻ പറയുകയും എന്നാൽ റെസ്റ്റ് എടുക്കുമ്പോൾ കുറ്റബോധവും സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ ഞാൻ മടിയനാണെന്ന തോന്നലും എനിക്കുണ്ടെങ്കിൽ എൻ്റെ വ്യക്തിത്വം ഞാൻ എത്ര പ്രൊഡക്റ്റീവ് ആണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ തലച്ചോറ് കാര്യങ്ങൾ നീട്ടിക്കൊണ്ടിരിക്കും. ഇതിനർത്ഥം നമ്മുടെ ഉപബോധ മനസ്സ് അൺകോൺഷ്യസ് ആയി ബോധപൂർവമല്ലാതെ നമുക്കെതിരായി പ്രവർത്തിക്കുമെന്നാണ്, നമ്മെ സംരക്ഷിക്കുന്നതിനായി. അത് നമ്മുടെ സ്വപ്നങ്ങൾ നേടുന്നതിന് ഒരു തടസ്സമാണെങ്കിൽ പോലും. അതുകൊണ്ട് ഗോൾസ് സെറ്റ് ചെയ്യുന്നതിൽ മാത്രം കാര്യമില്ല. എൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം എനിക്കെതിരായി നിലനിൽക്കുന്നുണ്ടോ എന്ന്, എൻ്റെ ഈ സ്വപ്നത്തെ, അതിൻ്റെ അനന്തരഫലമായി നടക്കാവുന്ന കാര്യങ്ങളെ ഭയക്കുന്നുണ്ടോ എന്ന്, അൺസേഫായി കരുതുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അതിനെ ഡീൽ ചെയ്യാത്തിടത്തോളം നമ്മുടെ തലച്ചോറ് നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് എത്തുന്നത് ഡിലേ ആക്കിക്കൊണ്ടിരിക്കും.